ഇനി മെക്കാനിക് സ്കോർ നോക്കുകയാണെങ്കിൽ അതാണ് റാങ്ക് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. എത്രത്തോളം റാങ്കിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള ഡിസൈഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് മെക്കാനിക് സ്കോർ അല്ലേ. അപ്പൊ വർക്ക് എനർജി പവർ ഉണ്ട്, അത് ഹൈലി കൺസിസ്റ്റന്റ് ആയിട്ട് പലപ്പോഴും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യമാണ് വർക്ക് എനർജി പവറിൽ നിന്ന്. അതിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റൊട്ടേഷണൽ മെക്കാനിക്സ്, ഹൈ ഈൽഡ് ഇൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. റൊട്ടേഷണൽ മെക്കാനിക്സ് നമുക്ക് 10ഓളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും തിങ്കിങ്ങുമാണ് കൂടുതൽ ഈ ഒരു എക്സാമിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്തല്ല നമ്മളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി അല്ല. മാത്തമാറ്റിക്കൽ എബിലിറ്റി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മാത്തമാറ്റിക്കലി എത്രത്തോളം നിങ്ങൾ സ്കിൽഡ് ആണ് എന്നല്ല ഫിസിക്സിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, ദ സബ്ജക്ട് ഫിസിക്സ്, ആ കോർ കോൺസെപ്റ്റുകൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ടാണ് നിങ്ങൾ ആ ബ്രെയിൻ അപ്ലൈ ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തല്ല കുറച്ച് ഫോർമുല മെമ്മറൈസ് ചെയ്ത് കളയുക എന്നൊന്നും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കരുത്.